എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തിക്ക മസാലയാണ്. നമുക്കിത് ചപ്പാത്തി, അപ്പവും പൊറോട്ടയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ തിക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് നല്ലപോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവും ഉണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ ഒരു 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇത്. അതൊരു 4 ടേബിൾ സ്പൂൺ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അത് ഒരു 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒലിവ് ഓയിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ടീസ്പൂൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു മസാലയൊക്കെ ആ ഒരു ചിക്കനകത്ത് നല്ല പോലെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മണിക്കൂർ തന്നെ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അത്രയും സമയം വെക്കാൻ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരു വലിപ്പമൊക്കെ ഉള്ള 2 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി തന്നെ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് മിക്സറിൻ്റെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ നമ്മളൊന്ന് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അത്യാവശ്യം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം, കാരണം നമ്മൾ ലാസ്റ്റ് കുറച്ച് സമയം ഇതൊന്ന് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞിട്ടെടുക്കുക. ഇതുപോലെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഈ ഒരു പരുവത്തിന് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു ചുവ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് ടൊമാറ്റോ പ്യൂരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരച്ചത് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളിയുടെ ഒരു പച്ച ചുവ നല്ല പോലെ തന്നെ മാറി വരണം. ഈ ഒരു വെള്ളമയൊക്കെ വറ്റി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് തക്കാളിയുടെ ഒരു വെള്ളമൊക്കെ വറ്റി ഇത് നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഓയിലൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളുടെ ഒരു പച്ച ചുവ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം.
അപ്പോൾ പൊടികളുടെ ഒരു പച്ചച്ചവയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ചിക്കനും കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 300 ml വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളം തന്നെ ഇതുപോലെ ഒരു 1.25 കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നല്ലപോലെ തന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് വീണ്ടും നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ്. ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. അത് നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അതും കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3 പച്ചമുളക് ഇതുപോലെ വെറുതെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം 1 മിനിറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. കുറച്ച് സമയം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ചപ്പാത്തി, അപ്പവും പൊറോട്ടയും കുബൂസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.